സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരാമുഖം, ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്കൊന്ന് റിവിഷൻ പോയിന്റ് ഓഫ് വ്യൂവിലൊന്ന് കണ്ടുപോക്കാം. ഗൃഹഭരണം എന്നർത്ഥമുള്ള ഒക്കിനോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എന്തുത്ഭവിച്ചത്? എക്കണോമിക്സ് എന്ന പദം ഉത്ഭവിച്ചത് എന്നാണ് പറയുന്നത്. ആദ്യകാലങ്ങളിൽ സാമ്പത്തിക ശാസ്ത്രത്തെ നമ്മൾ വിളിച്ചിരുന്നത് പൊളിറ്റിക്കൽ എക്കോണമി എന്നായിരുന്നു. ആദ്യകാലങ്ങളിൽ സാമ്പത്തിക ശാസ്ത്രത്തെ നമ്മൾ വിളിച്ചിരുന്നത് എന്തായിരുന്നു? പൊളിറ്റിക്കൽ എക്കോണമി എന്നായിരുന്നു. രാഷ്ട്രീയ ധന തത്വശാസ്ത്രം എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള ആൽഫ്രഡ് മാർഷലാണ് പൊളിറ്റിക്കൽ എക്കോണമിക്ക് പകരം എക്കണോമിക്സ് എന്ന പദം ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്നാണ് പറയുന്നത്. 1776 സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഒരു പുസ്തകം രചിക്കപ്പെടുകയുണ്ടായി. ആ പുസ്തകത്തിൻ്റെ പേരാണ് വെൽത്ത് ഓഫ് നേഷൻസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ ഈ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആഡം സ്മിത്താണ്. ആഡം സ്മിത്ത് പറഞ്ഞത് ഇതാണ്: രാഷ്ട്രങ്ങളുടെ സമ്പത്തിൻ്റെ പ്രകൃതത്തിലേക്കും കാരണങ്ങളിലേക്കുമുള്ള ഒരു അന്വേഷണം, ആൻ എൻക്വയറി ഇൻ ടു നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറഞ്ഞൊരു പുസ്തകം 1776 ആഡം സ്മിത്ത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ആരംഭത്തോടു കൂടിയാണ് നമ്മൾ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി എന്ത് ചെയ്യാൻ ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഓക്കെ, എക്കണോമിക്സ് പഠിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് എന്താണ് എക്കോണമി എന്ന് പറയുന്നത്. എന്താണ് എക്കോണമി? എക്കോണമി മീൻസ് ഇറ്റ്സ് ആൻ ലിവിങ് ഓർഗാനിസം. ഒരു നിർദ്ദിഷ്ട പ്രദേശത്ത് വിവിധ സാമ്പത്തിക പ്രതിനിധികൾ നടത്തുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം, വിതരണം, വ്യാപാരം, ഉപഭോഗം എന്നിവയെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രദേശത്ത് നടക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും നമ്മൾ എന്തു പറയുന്നു? സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോണമിയിൽ ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. സാമ്പത്തിക പ്രതിനിധികൾ എന്ന് പറയുന്ന ആരൊക്കെയായിരിക്കും? അപ്പോൾ വ്യക്തികളോ കച്ചവട സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഗവൺമെൻറ്റുകളോ ആകാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രം. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും എക്കണോമിക്സ് ഈസ് എ സയൻസ് ആൻഡ് ആർട്ട്. ഒരു സയൻസുമാണിത്, അതേപോലെ തന്നെ ഒരു ആർട്ട് സബ്ജക്റ്റുമാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്? സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മുടെ എക്കോണമിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സോഷ്യൽ സയൻസിൻ്റെ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് എന്ത് പറയുന്നത്? ഒരു ബ്രാഞ്ചാണ് എന്ത് പറയുന്നത്? എക്കണോമിക്സ് എന്ന് പറയുന്നത്. സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കുറിച്ചും പഠിക്കുന്ന സാമൂഹ്യ ശാസ്ത്ര ശാഖയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എക്കണോമിക്സിൽ പ്രധാനമായിട്ടും ഒരു മനുഷ്യൻ്റെ ഡെയിലി ആയിട്ട് നടക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, അതിൽ എന്തൊക്കെ വരും? പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും, ഉൽപ്പാദനം ഉണ്ടാകും. അതേപോലെ തന്നെ എന്താണ്? കൺസംഷൻ ഉണ്ടായിരിക്കും, ഉപഭോഗം, ആളുകൾ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ. ഇത്തരത്തിലുള്ള വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ആളുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ച്, ദൈനംദിനമായി ഒരു വ്യക്തി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സമൂഹം ചെയ്യുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന വളരെ വ്യവസ്ഥാപിതമായിട്ട് ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? എക്കണോമിക്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഏതൊരു ശാസ്ത്രശാഖയ്ക്കും എന്തുണ്ടായിരിക്കും? ഡെഫിനിഷൻ ഉണ്ടായിരിക്കും അല്ലേ? നിർവചനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എക്കണോമിക്സിൻ്റെ നിർവചനങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഡെഫിനിഷൻസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു വേരീഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്.
എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ പ്രധാനമായിട്ടും 4 എണ്ണമാണുള്ളത്. എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ എത്ര എണ്ണമാണുള്ളത്? 4 എണ്ണമാണുള്ളത്. പ്രധാനമായിട്ടും എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ 4 എണ്ണമാണുള്ളത്. നമുക്ക് ഏതൊക്കെയാണ് എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. വെൽത്ത് ഡെഫിനിഷൻ, എക്കണോമിക്സിന് ഒരു വെൽത്ത് ഡെഫിനിഷൻ ഉണ്ട്. ഇത് കൊണ്ടുവന്നത് എക്കണോമിക്സിൻ്റെ പിതാവായിട്ടുള്ള, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ടുള്ള ആഡം സ്മിത്താണ് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അദ്ദേഹം പറയുന്നത് എന്താണ്? ആഡം സ്മിത്ത് വെൽത്ത് ഡെഫിനിഷൻ കൊണ്ടുവന്നു. അദ്ദേഹം 1776 വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പേരിൽ ഒരു പുസ്തകം രചിച്ചിട്ടുണ്ടായിരുന്നു. ആ ബുക്കിൻ്റെ പേര് നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്, ആൻ എൻക്വയറി ഇൻ ടു നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. നിങ്ങൾ പഠിക്കണം കേട്ടോ. 1776 വെൽത്ത് ഓഫ് നേഷൻസ്, ആഡം സ്മിത്ത്, ആൻ എൻക്വയറി ഇൻ ടു നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിൻ്റെ പേര് എന്ത് ചെയ്യണം? പഠിച്ചു വയ്ക്കണം. അപ്പോൾ വെൽത്ത് ഡെഫിനിഷൻ കൊണ്ടുവന്നത് ആരാണ്? ആഡം സ്മിത്താണ് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനത്തിൻ്റെ ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് ആര് പറഞ്ഞത്? ഈ ആഡം സ്മിത്ത് പറഞ്ഞത് എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഡെഫിനിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, വെൽഫെയർ ഡെഫിനിഷനാണ്. വെൽഫെയർ ഡെഫിനിഷനിൽ പ്രധാനമായിട്ടും വളരെ എളുപ്പമുള്ള ഒരു ഡെഫിനിഷനാണ് എന്ത് പറയുന്നത്? വെൽഫെയർ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. വെൽഫെയർ ഡെഫിനിഷൻ എന്താണ്? വെൽഫെയർ ഡെഫിനിഷൻ കൊണ്ടുവന്ന ആൽഫ്രഡ് മാർഷലാണ്. അദ്ദേഹം പറയുന്നത് സാധാരണ ജീവിത വ്യാപാരത്തിൽ മനുഷ്യനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് പറയുന്നത്. സാധാരണ ജീവിത വ്യാപാരത്തിൽ മനുഷ്യനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. ഒരു വ്യക്തിക്ക് എങ്ങനെ വരുമാനം ലഭിക്കുന്നുവെന്നും അതെങ്ങനെ നിക്ഷേപിക്കുന്നുവെന്നും ഈ ഡെഫിനേഷൻ എന്ത് ചെയ്യുന്നുണ്ട് പരാമർശിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സാധാരണ ജീവിത വ്യാപാരത്തിൽ മനുഷ്യനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ വെൽഫെയർ ഡെഫിനിഷനുമായി അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന വ്യക്തി ആരാണ്? ആൽഫ്രഡ് മാർഷലാണ്. ഇതെന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക കേട്ടോ. ആൽഫ്രഡ് മാർഷലാണ് ഈ ഡെഫിനിഷനുമായിട്ടോ ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്കേഴ്സിറ്റി ഡെഫിനിഷനാണ്. സ്കേഴ്സിറ്റി ഡെഫിനിഷൻ, സാമ്പത്തിക ശാസ്ത്രത്തിന് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ നൽകിയത് ലയണൽ റോബിൻസ് ആണ്. ലയണൽ റോബിൻസ് സാമ്പത്തിക ശാസ്ത്രത്തെ നിർവചിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മനുഷ്യൻ്റെ ആവശ്യങ്ങളും ബദൽ ഉപയോഗങ്ങളുമുള്ള ദുർലഭ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന നിലയിൽ മനുഷ്യൻ്റെ പെരുമാറ്റത്തെ പറ്റി പഠനം നടത്തുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹം പറഞ്ഞത് 1931 അദ്ദേഹത്തിൻ്റെ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു എസ്സേയിലൂടെയാണ്, അല്ലെങ്കിൽ ആ പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇതിനെ ഇങ്ങനെ പറയുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ള ഗ്രോത്ത് ഡെഫിനിഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആരാണ്? പോൾ എ സാമുവൽസൺ ആണ് ഗ്രോത്ത് ഡെഫിനിഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നാണ് പറയുന്നത്. പോൾ എ സാമുവൽസൺ ആണ് ഗ്രോത്ത് ഡെഫിനിഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രം കാലക്രമേണ ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ദുർലഭമായ വിഭവങ്ങളുടെ ഉപയോഗ രീതി നിർണ്ണയിക്കുന്നതിന് ശ്രദ്ധാലുവാണ്. പണം ഉപയോഗിച്ചോ അല്ലാതെയോ ജനങ്ങളും സമൂഹവും എങ്ങനെ ബദൽ ഉപയോഗങ്ങളുള്ള ദുർലഭമായ വിഭവങ്ങൾ ഉപയോഗിക്കാൻ തിരഞ്ഞെടുക്കുന്നു. കാലക്രമേണ വിവിധ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും അവ ഇപ്പോഴും ഭാവിയിലും സമൂഹത്തിലെ വിവിധ വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കുമിടയിൽ ഉപഭോഗത്തിനായി വിതരണം ചെയ്യുകയും ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് പോൾ എ സാമുവൽസൺ പറയുന്നത്. ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. പ്രധാനമായിട്ടും ഇതിൽ മിക്കവാറും ഈ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോവിങ് ആയിരിക്കും. അപ്പോൾ മാച്ച് ദ ഫോളോവിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. വെൽത്ത് ഡെഫിനിഷൻ ആഡം സ്മിത്താണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ആഡം സ്മിത്തിൻ്റെ വെൽത്ത് ഡെഫിനിഷൻ ആഡം സ്മിത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നു. 1776 വെൽത്ത് ഓഫ് നേഷൻസ്. ഓക്കെ, വെൽത്ത് ഓഫ് നേഷൻസ് ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. ഓക്കെ, രണ്ടാമത് നിങ്ങൾ പഠിക്കേണ്ടത് വെൽഫെയർ ഡെഫിനിഷൻ. ഇത് കൊണ്ടുവന്ന ആരാണ്? ആൽഫ്രഡ് മാർഷലാണ് കൊണ്ടുവന്നത്. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടത് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ കൊണ്ടുവന്ന ആരാടാ?
ലയണൽ റോബിൻസ് ആണ് കൊണ്ടുവന്നത്. മക്കളെ, നിങ്ങൾ ലയണൽ റോബിൻസിനെ ഒന്ന് ഓർത്ത് വയ്ക്കണം കേട്ടോ. ഇനി നിങ്ങൾ പഠിക്കേണ്ട ഏതാ? ഗ്രോത്ത് ഡെഫിനിഷൻ കൊണ്ടുവന്നത് ആരാണ്? പോൾ എ സാമുവൽസൺ. ഓക്കെ, ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പോൾ എ സാമുവൽസൺ ഗ്രോത്ത് ഡെഫിനിഷൻ. വെൽത്ത് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ആഡം സ്മിത്ത് ആണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് വെൽത്ത് ഓഫ് നേഷൻസ് എന്നാണ്. 1776. അദ്ദേഹത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്കണോമിക്സിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നതെന്ന് പറയുന്നത്. വെൽഫെയർ ഡെഫിനിഷൻ ആൽഫ്രഡ് മാർഷലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? നമ്മളുടെ ലയണൽ റോബിൻസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന കേന്ദ്ര പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്നാണ്. അതായത് വാട്ട് ആർ ദ സെൻട്രൽ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ആൻ എക്കോണമി. ഒരു എക്കോണമി ഫേസ് ചെയ്യുന്ന സെൻട്രൽ പ്രോബ്ലംസ് എന്തെല്ലാമാണ്? നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഫേസ് ചെയ്യുന്ന സെൻട്രൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നതാണ്, നമ്മുടെ എക്കോണമി ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലേ. സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്ന ഏതൊരു സമ്പദ് വ്യവസ്ഥയിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. ഇപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു വെച്ചാൽ ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ, കൺസംഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഈ 3 സാമ്പത്തിക പ്രവർത്തനങ്ങളും നടക്കുന്ന ഏതൊരു സമ്പദ് വ്യവസ്ഥയിലും അടിസ്ഥാന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് നമ്മുടെ എക്കോണമിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? അതിൻ്റെ കാരണം എന്താണ്? നമുക്കറിയാം, ദ ഹ്യൂമൻ വോൺസ് ആർ അൺലിമിറ്റഡ് അല്ലേ. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഹ്യൂമൻ വോൺസ് ആർ അൺലിമിറ്റഡ്. പക്ഷേ ഈ വോൺസിനെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സസ് നമുക്കുണ്ടോ? നമുക്ക് എല്ലാ ജനങ്ങളുടെയും വാൺസിനെ, അവരുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സസ് നമുക്കുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ നോക്കി, ഹ്യൂമൻ വാൺസ് ആർ അൺലിമിറ്റഡ് ബട്ട് ദ റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ ദി ഹ്യൂമൻ വാൺസ് ആർ ലിമിറ്റഡ്. റിസോഴ്സസ് എന്താണ്? ലിമിറ്റഡ് ആണ്. അറ്റ് ദ സെയിം ടൈം റിസോഴ്സസ് ലിമിറ്റഡ് ആണെങ്കിൽ പോലും നമുക്കറിയാം എന്താണ്, നമുക്കറിയുന്ന ഒരു ഫാക്റ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ വോൺസ് ആർ അൺലിമിറ്റഡ് ആണ്, റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. ബട്ട് ദ റിസോഴ്സസ് ഹാവ് അൾട്ടർനേറ്റീവ് യൂസസ് അല്ലേ. റിസോഴ്സസ് ഹാവ് അൾട്ടർനേറ്റീവ് യൂസസ്. നമ്മുടെ റിസോഴ്സസിനൊക്കെ എന്തുണ്ട്? അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഉപയോഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ വോൺസ് ആർ അൺലിമിറ്റഡ്, ദ റിസോഴ്സസ് അൺലിമിറ്റഡ് ബട്ട് ദ റിസോഴ്സസ് ഹാവ് ദി അൾട്ടർനേറ്റീവ് യൂസസ് എന്നാണ് പറയുന്നത്. അപ്പോൾ വിഭവങ്ങൾ പരിമിതവും അവയ്ക്ക് ഒന്നിലധികം ഉപയോഗങ്ങളും ഉള്ളതിനാൽ വിഭവങ്ങളെ ശരിയായ രീതിയിൽ പങ്കിട്ട് നൽകണം എന്നാണ് പറയുന്നത്. അപ്പോൾ സമ്പദ് വ്യവസ്ഥകൾ ചില അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരുന്നതാണ് പറയുന്നത്. അപ്പോൾ സമ്പദ് വ്യവസ്ഥ എന്തുകൊണ്ടാണ് അടിസ്ഥാന പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട ഉത്തരം എന്താ? ദി ഹ്യൂമൻ വാൺസ് ആർ അൺലിമിറ്റഡ്, ദ റിസോഴ്സസ് ആർ ലിമിറ്റഡ് ബട്ട് ദ റിസോഴ്സസ് ഹാവ് അൾട്ടർനേറ്റീവ് യൂസസ്. ഓക്കെ, ഇതാണ് നിങ്ങൾ ആൻസറായിട്ട് കൊടുക്കേണ്ടത്. ഇനി എന്താണ് സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ? പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു, സമ്പദ് വ്യവസ്ഥയിൽ ഒരുപാട് അടിസ്ഥാന പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞതാണ്. പ്രധാനമായിട്ടും എന്ത് ഉൽപ്പാദിപ്പിക്കണം? വാട്ട് ടു പ്രൊഡ്യൂസ് അല്ലേ. എന്ത് ഉൽപ്പാദിപ്പിക്കണം? വാട്ട് ടു പ്രൊഡ്യൂസ്. അത് ഏതളവിൽ ഉൽപ്പാദിപ്പിക്കണം? എന്തുൽപ്പാദിപ്പിക്കണം? ഏതളവിൽ ഉൽപ്പാദിപ്പിക്കണം? ഓക്കെ, ഇതാണ് ഒന്നാമത്തെ സാമ്പത്തിക പ്രശ്നം, ഒന്നാമത്തെ അടിസ്ഥാന പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്താ? ഹൗ ടു പ്രൊഡ്യൂസ്. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം? ഓക്കെ. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഫോർ ഹോം ടു പ്രൊഡ്യൂസ്. ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം? ഏതൊക്കെയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹോം ടു പ്രൊഡ്യൂസ്. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, എന്തുൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഓക്കെ, ഇനി എന്തുൽപ്പാദിപ്പിക്കണം എന്ന് നമുക്ക് നോക്കാം. എന്തുൽപ്പാദിപ്പിക്കണം? വാട്ട് ടു പ്രൊഡ്യൂസ്. നമുക്കറിയാം എന്താണ്
ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കേണ്ടത്? നമുക്കറിയുന്നതാണ് അല്ലേ. അതായത് സമ്പദ് വ്യവസ്ഥയ്ക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ സാധനങ്ങളും സേവനങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അതിനാൽ ഒരു നിശ്ചിത സമയത്ത് സമ്പദ് വ്യവസ്ഥയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഏതെല്ലാമാണ്, സേവനങ്ങൾ ഏതെല്ലാമാണ്, അത് എത്ര അളവിലാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നുള്ള തീരുമാനം എവിടെ നടക്കണം? തീരുമാനം ആരെടുക്കണം? എക്കോണമിയിൽ എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തീരുമാനം എടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ളൊരു തിരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രോബ്ലം വരുന്നത് എന്തുകൊണ്ടാണ്? പ്രധാനമായിട്ടും നമുക്കറിയാം, റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. നമ്മളുടെ നാട്ടിൽ റിസോഴ്സസ് എന്താണ്? ലിമിറ്റഡ് ആണ്. റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. അറ്റ് ദ സെയിം ടൈം എന്താണ്, ഏതെങ്കിലും ഒരു സാധനം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നിൻ്റെ ഉൽപ്പാദനം എന്താണ്, കുറയും എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാലാണ് നമ്മൾ ഏത് സാധനം കൂടുതൽ ഉൽപ്പാദിപ്പിക്കണം, ഏത് കുറവ് മാത്രം ഉൽപ്പാദിപ്പിച്ചാൽ മതി എന്നുള്ളതിൻ്റെ ഡെസിഷൻ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരുന്നത് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഏത് വസ്തു ഉൽപ്പാദിപ്പിക്കണം, ഏതളവിലാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നുള്ളത് ഓരോ സമൂഹവും തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു തീരുമാനത്തിൻ്റേതായിട്ടുള്ള പ്രശ്നം വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയുന്നതാണ്, റിസോഴ്സസ് ആർ ലിമിറ്റഡ് ആൻഡ് ദ റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ് അല്ലേ. റിസോഴ്സസ് എല്ലാം അതിനെല്ലാം തന്നെ ആൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് ഒരു ടെക്നോളജിക്കൽ പ്രോബ്ലമാണ്. ഒരു ടെക്നോളജിക്കൽ പ്രോബ്ലമാണ് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഇഷ്യൂ ആണ് എന്ന് പറയുന്നത് ഹൗ ടു പ്രൊഡ്യൂസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉൽപ്പാദിപ്പിക്കേണ്ട വസ്തു എന്താണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് അടുത്തത്, ഇത് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. അപ്പം നമുക്ക് വേണമെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട രീതിയിൽ സാധനങ്ങളെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് വി ക്യാൻ യൂസ് ഡിഫറെൻറ്റ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിൽ ഒന്നാമത്തെ ടെക്നിക്ക് ഓഫ് പ്രൊഡക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതാണ്? ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാനായിട്ട് പറ്റും. ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി ഉപയോഗിക്കാനായിട്ട് പറ്റും. രണ്ടാമത് നമുക്ക് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും? ഒന്ന് ലേബർ ഇൻറ്റൻസീവാണ്, മറ്റൊന്ന് ക്യാപിറ്റൽ ഇൻറ്റൻസീവാണ്. ഓക്കെ, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് നമുക്ക് വേണമെങ്കിൽ തൊഴിലാളി കേന്ദ്രീകൃതമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടും മൂലധന കേന്ദ്രീകൃതമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടും ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതാണ് ഹൗ ടു പ്രൊഡ്യൂസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്, ലേബർ ഉപയോഗിച്ചിട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, അതേപോലെ തന്നെ എന്താണ്, ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. മനസ്സിലായോ? ഡിഫൈൻ ചെയ്യണം, അത് നിർവചിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ലേബർ ഇൻറ്റൻസീവ്? നമ്മൾ ഉൽപ്പാദന പ്രക്രിയയിൽ കൂടുതൽ ലേബേഴ്സിനെ, തൊഴിലാളികളെ ഉപയോഗിച്ചിട്ട് ഉൽപ്പാദനം നടത്തുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഉൽപ്പാദന പ്രക്രിയയിൽ നമ്മൾ ലേബറിനേക്കാൾ കൂടുതൽ യന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ തന്നെ മൂലധന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നിർവചിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഹൗ ടു പ്രൊഡ്യൂസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഏതാണ്? ഫോർ ഹും ടു പ്രൊഡ്യൂസ്. നമുക്ക് ആർക്ക് വേണ്ടി നമ്മൾ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടത്? ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട സാധനങ്ങളും സേവനങ്ങളും എത്രമാത്രം ഉപയോഗം ചെയ്യാൻ ലഭിക്കുന്നു എന്നതിനെ ഈ ചോദ്യം എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, ഒരു ഉൽപ്പന്നത്തിൻ്റെ പ്രവർത്തനപരമായിട്ടുള്ള വിതരണത്തെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, ഡിസ്ട്രിബ്യൂഷനെയാണ് ഫോർ ഹും ടു പ്രൊഡ്യൂസ് എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. ഫോർ ഹും ടു പ്രൊഡ്യൂസ് ഡിസ്ട്രിബ്യൂഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ
നമ്മുടെ സമ്പദ് വ്യവസ്ഥ. ഇത് ഈ 3 പ്രധാനമായിട്ടും എന്താണ്, നമ്മുടെ സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന 3 പ്രധാനപ്പെട്ട കേന്ദ്ര പ്രശ്നങ്ങളാണ്. ഇത് കൂടാതെ മറ്റേതെല്ലാം പ്രശ്നങ്ങളിലൂടെ സമ്പദ് വ്യവസ്ഥ പോകുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് പ്രോബ്ലം ഓഫ് എഫിഷ്യൻസി. നിങ്ങളുടെ അറിവിലേക്കാണ്, എക്സാം പേർപ്പസിൽ നിങ്ങളിത് പഠിക്കണം എന്നില്ല കേട്ടോ. പ്രോബ്ലം ഓഫ് എഫിഷ്യൻസി അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാര്യക്ഷമതയുടെ പ്രശ്നം ഒരു എക്കോണമി അനുഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. രണ്ടാമത് പ്രോബ്ലം ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്. പ്രോബ്ലം ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് ഇത് ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ എക്കോണമിയിലുള്ള മുഴുവൻ റിസോഴ്സസിനെയും എംപ്ലോയ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നത് ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമാണെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പ്രശ്നം മീൻസ് അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് പ്രോബ്ലം ഓഫ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. പ്രോബ്ലം ഓഫ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. പ്രോബ്ലം ഓഫ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. ഇങ്ങനെ പ്രധാനമായിട്ടും ഒരു സമ്പദ് വ്യവസ്ഥ ഈ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളായിട്ടുള്ള വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് പ്രോബ്ലം ഓഫ് എഫിഷ്യൻസിയും പ്രോബ്ലം ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസും പ്രോബ്ലം ഓഫ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങളാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് എക്സാമിന് നിങ്ങൾക്ക് 5 മാർക്കിനും 3 മാർക്കിനും 4 മാർക്കിനും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മുൻകാല ചോദ്യ പേപ്പറുകളിൽ ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഈ ഭാഗങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം കേട്ടോ. ഈ ക്ലാസ് തന്നെ ധാരാളമാണ്. എന്താണ് ഈ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് എഴുതുന്നതിന് ഇത് തന്നെ ധാരാളമാണ്. ഇതൊന്ന് വളരെ വ്യക്തമായിട്ടൊന്ന് കേട്ട് കഴിഞ്ഞാൽ 2, 3, 4 വട്ടം ഒന്ന് കേട്ട് കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ഉത്തരം എഴുതാൻ പറ്റുന്ന നിലയിലേക്ക് നിങ്ങൾ മാറും എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ കുറിച്ചിട്ടാണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അപ്പം നിങ്ങൾ പ്രധാനമായിട്ടും PPC എന്ന് എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ വിളിക്കും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഒരു നിശ്ചിത സമയത്ത്, ഇതിന് ഡെഫിനിഷൻ പഠിച്ചു വെക്കണം കേട്ടോ. ഒരു നിശ്ചിത സമയത്ത് നിശ്ചിത സാങ്കേതിക വിദ്യയും ലഭ്യമായ വിഭവങ്ങളും ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാധന സേവനങ്ങളുടെ എല്ലാ സംയോഗങ്ങളെയും കൂടി ഉൽപ്പാദന സാധ്യതാ സംയോഗം അല്ലെങ്കിൽ ഉൽപ്പാദന സാധ്യത വക്രം എന്ന പേരിൽ വിളിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒരു നിശ്ചിത സമയത്ത് നിശ്ചിത സാങ്കേതിക വിദ്യയും ആ രാജ്യത്ത് ലഭ്യമായിട്ടുള്ള വിഭവങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധന സേവനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വിവിധ സാധന സേവനങ്ങളുടെ ഉൽപ്പാദന സാധ്യതാ സംയോഗങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് വരയ്ക്കുന്ന ഒരു കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പ്രധാനമായിട്ടും അതെങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അതെങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് പറയുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ ഒരു കർവാണ് എന്ത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. സാറ് വരച്ച പോലത്തെ ഒരു കർവാണ് എന്ത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡ് വൺ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് ഒരു എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. നോക്കിയാൽ ഞാൻ വരച്ചിരിക്കുന്നത് ഈ എക്സ് ആക്സിസിൽ ഞാൻ ഗുഡ് വൺ എന്ന് എഴുതി, വൈ ആക്സിസിൽ ഗുഡ് ടു എന്ന് എഴുതി. ഓക്കെ, ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഗുഡ് വൺ ആൻഡ് ഗുഡ് ടു. ഇനി നോക്കിയ ഉൽപ്പാദന സാധ്യത സംയോഗങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പം ഞാനിത് എടുത്തു കഴിഞ്ഞു വെച്ചാൽ ഇത്രയും ലെവൽ എത്രയാണ്, ഇത്രയും ലെവൽ ഗുഡ് ടുവും ഇത്രയും ലെവൽ എന്ത് ചെയ്യുന്നുണ്ട്, ഗുഡ് വണ്ണും അടങ്ങിയതാണ് ഈ ഉൽപ്പാദന സാധ്യത സംയോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലൈക്ക് ഇപ്പോൾ 2, 6 ഇതിൽ 2, 6 എന്ന് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ 6, 2 എന്നൊക്കെ എഴുതുകയാണെങ്കിൽ ഇത് ഉൽപ്പാദന സാധ്യത സംയോഗത്തെയാണ് കാണിക്കുന്നതെന്നാണ് പറയുന്നത്.
മനസ്സിലായോ? അപ്പോൾ ഇവിടെ എത്രയാണ്? 6, 2 എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, നോക്കിയേ, 6 എന്ന് പറയുന്നത് എന്താണ്? ഗുഡ് വൺ. ഇത് 6 ആണെന്ന് വിചാരിക്കുക. ഇത് ഗുഡ് വണ്ണിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ 2 ഗുഡ് ടൂവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 6, 2 ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ സംയോഗങ്ങൾ എഴുതുക എന്നാണ് പറയുന്നത്. ഇതിലേക്കൊന്നും പോകണ്ട, നിങ്ങളൊരു കാര്യം മാത്രം മനസ്സിലാക്കുക. PPCയുടെ ഷേപ്പ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? ഒരു കോൺകേവ് ഷേപ്പാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് നോക്കാം. എങ്ങനെയാണ് ഇത് വരയ്ക്കാൻ എളുപ്പമാണ്. നമ്മൾ സംയോഗങ്ങളെ എന്ത് ചെയ്യാണ്? മാർക്ക് ചെയ്യാണ്. ABCD&E. ഇവിടെ ഗുഡ് 1 ഉണ്ട്, G1 എന്ന് എഴുതാം, ഗുഡ് 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം. നമുക്ക് എന്ത് ചെയ്യാണ്? എയുടെ ഗുഡ് 1 A0, അതേപോലെ തന്നെ ഗുഡ് 2 എത്രയാണ്? 14. ഇനി ബി എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? ഗുഡ് 1 1, ഗുഡ് 2 എത്രയാണ്? 12. ഇനി സി നോക്കിയേ, ഗുഡ് 1 2, ഗുഡ് 2 എന്ന് പറയുന്നത് 9. ഡി ഗുഡ് 1 3, ഗുഡ് 2 എന്ന് പറയുന്നത് എത്രയാണ്? 5. ഇനി ഇ ഗുഡ് 1 4, ഗുഡ് 2 എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇന്ന് മക്കളെ നിങ്ങളോട് ഇത് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തറിയോ? നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കുന്ന സമയത്ത് നമ്മളൊരു ടേബിൾ ഉണ്ടാക്കണം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ സാറ് എഴുതിയ പോലത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ടേബിൾ ഉണ്ടാക്കണം ഇതിന്. അപ്പോൾ ടേബിൾ ഉണ്ടാക്കാൻ ക്വസ്റ്റ്യൻ ഇതേപോലെ എടുത്തെഴുതുക. എന്നിട്ട് അവിടെ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്, PPC സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എഴുതണം. ഈ സെറ്റിൽ നമുക്ക് സെറ്റ് എഴുതി നോക്കാം. അപ്പോൾ ഈ സെറ്റ് ഞാൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എഴുതുമ്പോൾ ഇവിടെ 0, 14 എന്നാണ് ആദ്യത്തെ സെറ്റ് വരിക. ഞാൻ എഴുതുന്ന പോലെ തന്നെ എഴുതണം കേട്ടോ. രണ്ടാമത്തെ സെറ്റ് നോക്കിയേ, ഇവിടെ 1, 12. മൂന്നാമത്തെ സെറ്റ് എഴുതുന്ന നോക്കി 2, 9. നാലാമത്തെ സെറ്റ് നമുക്ക് എഴുതാം. എത്രയാണ്? 3, 5. അഞ്ചാമത്തെ സെറ്റ് എത്രയാണ്? 4, 0. ഇവിടെ ഞാൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ സെറ്റ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആദ്യം എഴുതുന്നത് ഗുഡ് 1ൻ്റെ സെറ്റാണ് ആദ്യം എഴുതേണ്ടത് കേട്ടോ. ഗുഡ് 1ൻ്റെ സെറ്റാണ് ആദ്യം എഴുതേണ്ടത്. രണ്ടാമത് എഴുതേണ്ടത് ഏതാണ്? ഗുഡ് 2ൻ്റെ സെറ്റാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗുഡ് 1, ഗുഡ് 2 ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? അതിൻ്റെ സെറ്റ് എഴുതേണ്ടത്. അപ്പോൾ അങ്ങനെ സെറ്റ് എഴുതുമ്പോൾ നോക്കിയേ എന്താ വരിക? ഗുഡ് 1 G1, G2 ഈ രീതിയിലാണ് ഇതിനെ എക്സ്പ്രസ് ചെയ്യാന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇനി നമ്മൾ ഈ സെറ്റ്, അതായത് നമുക്കിവിടെ ഗുഡ് 1ൻ്റെയും ഗുഡ് 2ൻ്റെയും ഓരോ സെറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഈ സെറ്റ് എന്ന് പറയുന്നത് വിവിധ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കാണിക്കുന്ന സെറ്റുകളാണ്. ഇതിനെ നമ്മളൊരു ഗ്രാഫ് പേപ്പറിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? അതിനെയാണ് നമ്മൾ പറയുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ? ആ രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ? അവിടെ ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു രാജ്യത്ത് ലഭ്യമായ സാങ്കേതിക വിദ്യയും വിഭവങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന സാധന സേവനങ്ങളുടെ സംയോഗങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് വരയ്ക്കുന്ന രേഖയാണ് എന്ത് പറയുന്നത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലായോ? മിക്കവാറും നിങ്ങൾക്ക് എക്സാമിന് ഇത് വരയ്ക്കാനും ചോദ്യം ഉണ്ടാവും. അപ്പോൾ വരയ്ക്കാൻ ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊഡക്ഷൻ പോസിബിലിറ്റിയുടെ സെറ്റ് തരും. മനസ്സിലാക്ക്, ഒരു സെറ്റ് തന്നിട്ടുണ്ടായിരിക്കും, ഇതേപോലത്തെ ഒരു സെറ്റ് തരും. എന്നിട്ട് അത് നിങ്ങളോട് പറയുന്ന ഈ ക്വസ്റ്റ്യൻ ഡ്രോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്നാവും. ബി ക്വസ്റ്റ്യൻ ഡിഫൈൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ പ്രത്യേകതകൾ എഴുതുക, അല്ലെങ്കിൽ ഷേപ്പിൻ്റെ പ്രത്യേകത എഴുതുക, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒന്നാമത്തെ പാഠത്തു നിന്ന് പ്രതീക്ഷിച്ചിട്ട് വേണം എക്സാമിന് പോവാൻ കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് വരയ്ക്കുന്നത് എന്നൊന്ന് നോക്കാം. ഓക്കെ, വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? സെറ്റ് മാത്രം ഞാനിവിടെ എഴുതുകയാണ്. 0, 14, 1,
12 അല്ലേ. ബിയുടെ സെറ്റാണ് 1 12. സിയുടെ സെറ്റ് എത്രയാ 2 9. ഡിയുടെ സെറ്റ് എന്ന് പറയുന്നത് 3 5. അതേപോലെ തന്നെ എന്താണ് 4 0. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വരച്ച് നോക്കാം. ഇത് എത്രത്തോളം ശരിയാവും ഇതിൽ വരച്ചാന്നുള്ളത് എനിക്കറിയത്തില്ല. എന്നാലും നമുക്കൊന്ന് എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം കേട്ടോ. നമുക്കൊന്ന് ജസ്റ്റ് വരച്ച് നോക്കാം. ആദ്യം വരയ്ക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് സ്കെയിലൊക്കെ എടുത്തിട്ട് അളവ് എടുത്തിട്ട് വേണം കേട്ടോ വരയ്ക്കാൻ. സ്കെയിലൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള അളവ് എടുത്തിട്ട് വേണം വരയ്ക്കാൻ. അളവ് എടുത്ത് വരയ്ക്കുമ്പോൾ പേന കൊണ്ട് വരയ്ക്കരുത്, പെൻസിലും ഉപയോഗിച്ചിട്ട് വരയ്ക്കുക. അപ്പോൾ എക്സ് ആക്സിസ് മാർക്ക് ചെയ്യണം, വൈ ആക്സിസ് മാർക്ക് ചെയ്യണം. ഓക്കെ, അത് മറക്കരുത്. ഇതിനൊരു ആരോ മാർക്ക് ഇടണം, എക്സ് ആക്സിസിന് ഒരു ആരോ മാർക്ക് ഇടണം കേട്ടോ. ഇത് മറക്കരുത്. കാരണം എന്താണ്, ഇതിങ്ങനെ നീണ്ടു പോവല്ലേ, എക്സും വൈയും നീണ്ടു പോവുകയാണല്ലോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കളറൊന്ന് മാറ്റാം കേട്ടോ. ആദ്യം നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ആദ്യത്തെ സെറ്റ് 0 14 അതിൻ്റെ മുമ്പ് നമുക്ക് എക്സും വൈയും എടുക്കണം, എന്താ അളവ് എടുക്കണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ സെൻറ്റിമീറ്റർ അകലത്തിൽ വേണം എടുക്കാൻ കേട്ടോ. ഓരോ സെൻറ്റിമീറ്റർ അകലത്തിൽ എടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ 0 എന്ന് മാർക്ക് ചെയ്യുന്നു, ഓരോ സെൻറ്റിമീറ്റർ അകലം ഞാൻ മാർക്ക് ചെയ്യുക. അല്ല, സ്കെയിൽ വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, 1 2 3 4 5 5 വരെ മതി നമുക്ക് എക്സ്. ഇനി വൈ നമുക്ക് മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വൈയിലുള്ള ഏറ്റവും വലിയ സംഖ്യ എത്രയാണെന്ന് നോക്കുക, 14 അല്ലേ. അപ്പോൾ നമുക്ക് 14 ഇൻക്ലൂഡ് ആവുന്ന രീതിയിൽ വേണം ചെയ്യാൻ. ഇപ്പം ഞാനിവിടെ 2 4 6 എന്നൊക്കെ എടുത്ത് കഴിഞ്ഞു വെച്ചാൽ 14 എനിക്ക് ഈ സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക് ഒതുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 4 വെച്ചിട്ടാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, 4 8 12 16. ഓക്കെ, നമ്മൾ ആദ്യത്തെ പോയിന്റ് എത്രയാണ്, 0 14 0 14 14 എന്ന് പറഞ്ഞാൽ വൈയുടെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം 14 ഇവിടെയാണ് നമ്മുടെ പോയിന്റ് വരുന്നത്. നമുക്ക് കളർ മാറ്റാം. 14 ഇവിടെ നമ്മളൊരു പോയിന്റ് ഇട്ടു. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, 1 12 1 12 1 12 ഇവിടെ ഒരു പോയിന്റ് നമ്മൾ ഇട്ടു. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിയേ, 2 9 2 എക്സിലെ 2ഉം വൈയിലെ 9ഉം. ഓക്കെ, 2 9 ഇവിടെയാണ് ഒരു പോയിന്റ് വരിക. ഓക്കെ, അടുത്ത നോക്കിയേ, 3 5 3 എക്സിലെ 3ഉം വൈയിലെ 5ഉം 3 5. ഓക്കെ, അടുത്ത പോയിന്റ് നോക്ക്, 4 0 4 0. അപ്പോൾ ഇനി ഈ പോയിന്റുകളൊക്കെ നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് നമ്മൾ യോജിപ്പിക്കുകയാണെന്ന് വിചാരിച്ചോ. കറക്റ്റായിട്ട് ചെയ്യണം. അങ്ങനെ യോജിപ്പിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കർവാണ് കിട്ടുക. ഈ കർവിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലായോ? ഈ കർവിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അഥവാ PPC എന്ന പേരിൽ അറിയപ്പെടുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ PPC എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണെന്നാണ് പറയുന്നത്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ കർവ് എന്താണ്, കോൺകേവ് ആകൃതിയിലാണ്. കോൺകേവ് ആകൃതിയിലാണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇരിക്കുന്നത് അല്ലേ. കോൺകേവ് ആകൃതിയിലാണ് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കോൺകേവ് ആകൃതിയിലാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മൾ വരച്ചതിന് ശേഷം ഇതിനെ ABC എന്നൊക്കെ പറഞ്ഞിട്ട് പേര് കൊടുക്കും. നമ്മൾ പോയിന്റുകൾക്ക് പേര് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പേര് കൊടുക്കുന്നു. അപ്പോൾ ഈ A പോയിന്റ്, B പോയിന്റ്, C പോയിന്റ്, D പോയിന്റ്, E പോയിന്റ് ഇതൊക്കെ എന്താണ് കാണിക്കുന്നത്, ഓരോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റുകളാണ് അല്ലേ. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റിൻ്റെ പ്രത്യേകത എന്താ, നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ള വിഭവങ്ങളും പൂർണ്ണമായും കാര്യക്ഷമമായിട്ട് ലഭ്യമായിട്ടുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് വരച്ചിട്ടുള്ള എഫിഷ്യൻ്റ് ബണ്ടിൽസ് ആണ് ഈ ABCDE എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ. ഇനി ഇതിൻ്റെ ഉള്ളിലൊരു പോയിന്റ് ഉണ്ട് എന്ന് വിചാരിച്ചോ, ഇവിടെ പ്രൊഡക്ഷൻ ടെക്നിക്ക് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നാണ് ഇതിനർത്ഥം കേട്ടോ. ഇനി ഇതിൻ്റെ പുറത്തുള്ള പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം എന്താ, അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തത് എന്തുകൊണ്ടാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ട് കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എയും
ബിയും സിയും ഒക്കെ എന്താ എഫിഷ്യൻറ്റ് ബണ്ടിൽസ് ആണ്. ഓക്കെ, ആ കർവിലുള്ള പോയിന്റുകൾ എന്ന് പറയുന്ന എഫിഷ്യൻറ്റ് ബണ്ടിൽസ് ആണ്. ഇത് ഇൻഎഫിഷ്യൻറ്റ് ബണ്ടിലാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറ്റൈനബിൾ അല്ല, നമുക്ക് അൺഅറ്റൈനബിൾ മീൻസ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത ബണ്ടിലാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്തുണ്ടാവും, എക്സാമിന് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ഇനി നിങ്ങൾ ഇതേ കോൺസെപ്റ്റിൽ തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ തന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് എന്ത് പറയുന്നത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന കോൺസെപ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അഥവാ അവസരാത്മക ചെലവ് എന്ന് പറയും നമ്മൾ. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അഥവാ അവസരാത്മക ചെലവ് എന്ന പേരിൽ അറിയപ്പെടുക. അപ്പോൾ എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? അപ്പോൾ ഇവിടെ നോക്കിയേ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വളരെ എളുപ്പമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാണാൻ ഒരു ഇക്വേഷനൊക്കെ ഉണ്ട് കേട്ടോ. ആ ഇക്വേഷൻ എന്താ അറിയോ, ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിവിടെ ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ ഇക്വേഷൻ ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇത് സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. നമുക്ക് നോക്കാം. ഗുഡ് 1 അതേപോലെ തന്നെ എന്താണ് ഗുഡ് 2. ഓക്കെ, ഗുഡ് 1 ഗുഡ് 2 നമുക്ക് എഴുതാം. ഗുഡ് 1 എന്താണ് 0 1 2 3 4. ഓക്കെ, ഗുഡ് 2 നമുക്ക് എഴുതാം 14 12 9 5 9 5 0 അല്ലേ, 14 12 9 5 0. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഗുഡ് 2 എന്ന് പറയുന്നത് വൈ ആണ്, ഗുഡ് 1 എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ് എക്സ് ആണ്. ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി MOC കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ആണ്. ഇവിടെ നോക്കിയേ, ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു വെച്ചാൽ ആദ്യത്തേൽ MOC ഇല്ല. രണ്ടാമത്തേൽ നോക്ക്, വൈ ഒരു യൂണിറ്റ് എക്സ് അധികം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്ര യൂണിറ്റ് വൈ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു എന്നതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൊണ്ട് കാണിക്കുന്നത്. മനസ്സിലായോ? ഒരു യൂണിറ്റ് എക്സിൻ്റെ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ സാധനം ഒന്നിൻ്റെ അധിക യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധനം 2 നമ്മൾ എത്രത്തോളം സാക്രിഫൈസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഗുഡ് 1 കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗുഡ് 2 നമ്മൾ എത്രത്തോളം സാക്രിഫൈസ് ചെയ്തു എന്ന് കാണിക്കുന്നതിൻ്റെ എമൗണ്ട് ആണ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമുക്ക് കാണാൻ നോക്കി, ഇവിടെ 14, അതായത് ഒരു യൂണിറ്റ്, ഇതെല്ലാം ഒരു യൂണിറ്റ് എക്സ് ഉപയോഗിക്കാൻ മീൻസ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്ര യൂണിറ്റ് ഗുഡ് 2 നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു എന്നാണ്. ആദ്യമൊന്നും സാക്രിഫൈസ് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ നോക്കിയേ, 14 ഒരു യൂണിറ്റ് എക്സ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര യൂണിറ്റ് വൈ സാക്രിഫൈസ് ചെയ്തു, 2 യൂണിറ്റ് വൈ സാക്രിഫൈസ് ചെയ്തില്ലേ. അടുത്ത നോക്ക്, ഒരു യൂണിറ്റ് അതായത് ഒരു അധിക യൂണിറ്റ് എക്സ് ഉൽപ്പാദിപ്പിക്കാൻ, സാധനം 1 ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും എത്ര യൂണിറ്റ് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, വൈ 3 യൂണിറ്റ് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് അല്ലേ. 12 - 9 ചെയ്ത് നോക്കുക, 3. അടുത്ത നോക്ക്, വീണ്ടും ഒരു യൂണിറ്റ് എക്സ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും എത്രയാണ്, 4 യൂണിറ്റ് വൈ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇതിങ്ങനെ കുറയ്ക്കുമ്പോൾ, അതായത് വൈയിലുണ്ടാകുന്ന ചേഞ്ച് കണ്ടു കഴിഞ്ഞാൽ, വൈയിലുണ്ടാകുന്ന ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, MOC കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, അവസരാത്മക ചെലവ്, ഇതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ ഇതിന് മിക്കവാറും ഇതൊരു കണക്കാവും ചോദിക്കുക കേട്ടോ. നിങ്ങൾ ഒരു കണക്കാണ് നിങ്ങൾക്ക് ചോദിക്കുക. അപ്പോൾ ഈ കണക്ക് എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതിന്ന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ പറ്റുന്ന കോൺസെപ്റ്റാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവും അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എക്കോണമിയിലുള്ള സമ്പദ് വ്യവസ്ഥകൾ എന്തെല്ലാമാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു എക്കോണമിയിലുള്ള സമ്പദ് വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും ഈ ഒരു സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് പറയുന്നത്. അതിലൊന്നാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് മാർക്കറ്റ് എക്കോണമി എന്ന പേരിൽ അറിയപ്പെടുന്ന കേന്ദ്ര
മാർക്കറ്റ് എക്കോണമി എന്ന പേരിൽ അറിയപ്പെടുന്ന കമ്പോള സമ്പദ് വ്യവസ്ഥ. മാർക്കറ്റ് എക്കോണമി. രണ്ടാമത്തെ എക്കോണമി കമ്പോള സമ്പദ് വ്യവസ്ഥ അഥവാ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്നൊക്കെ ഇതിനെ വിളിക്കും കേട്ടോ. രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥ ഏതാണ്? സെൻട്രലി പ്ലാൻഡ് എക്കോണമി. എന്താണ്? സെൻട്രലി പ്ലാൻഡ് എക്കോണമി അഥവാ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. മൂന്നാമത്തെ എക്കോണമി എന്ന് പറയുന്നത് മിക്സഡ് എക്കോണമിയാണ്. മിക്സഡ് എക്കോണമി. ഇപ്പോൾ എത്ര സമ്പദ് വ്യവസ്ഥകളുണ്ടടാ? മാർക്കറ്റ് എക്കോണമി, ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സെൻട്രലി പ്ലാൻഡ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി. മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ? മിക്സഡ് എക്കോണമി എന്ന് പറയുന്ന മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇതിൻ്റെ മൂന്നെണ്ണത്തിന് ഫീച്ചേഴ്സ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ മൂന്നെണ്ണത്തിന് ഫീച്ചേഴ്സ് എക്സാമിന് നിർബന്ധമായിട്ടും ചോദിക്കും. മാർക്കറ്റ് എക്കോണമി എന്താ, സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്താ, മിക്സഡ് എക്കോണമി എന്താന്ന് ഫീച്ചേഴ്സായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമുക്കത് എന്താണെന്നൊന്ന് നോക്കി വെക്കാം. മാർക്കറ്റ് എക്കോണമി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉൽപാദന ഉപാധികൾ. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആണല്ലോ ഈ മാർക്കറ്റ് എക്കോണമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഉൽപാദന ഉപാധികൾ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ആയിട്ടുള്ള സമ്പദ് വ്യവസ്ഥയെ നമ്മൾ പറയുന്ന പേരാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ഇപ്പോൾ ഇവിടെ കേന്ദ്ര സാമ്പത്തിക പ്രശ്നങ്ങൾ കമ്പോളത്തിലെ വില മെക്കാനിസം കൊണ്ട്, കമ്പോളത്തിലെ പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഡിമാൻഡും സപ്ലൈയും കൂടെ ചേർന്നിട്ട് തീരുമാനിക്കുന്നതാണ് ഈ പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ പ്രൈസ് മെക്കാനിസമാണ് എന്ത് ചെയ്യുന്നത്? ഈ കേന്ദ്ര സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അതിലൊക്കെ തീർപ്പ് കൽപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ സ്വകാര്യ സ്ഥാപനങ്ങൾക്കാണ് കൂടുതലായിട്ട് റൂൾ ഉള്ളത്. അതായത് പ്രൈവറ്റ് സെക്ടർ, നമ്മുടെ സ്വകാര്യ മേഖലയ്ക്കുണ്ടല്ലോ ഇവിടെ എന്താണ് കൂടുതൽ റൂൾ ഉണ്ട് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഉപഭോക്താവിന് പരമാധികാരം ഉണ്ടായിരിക്കും. ഉപഭോക്താവിന് ഒരു ഉപഭോക്തൃ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഇതെന്താണ്? പ്രോഫിറ്റ് മോട്ടീവാണ്. ഓക്കെ, പ്രോഫിറ്റ് മോട്ടീവാണെന്നാണ് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഇതെന്താണ്? പ്രോഫിറ്റ് മോട്ടീവാണെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രൈസ് മെക്കാനിസം, പ്രൈവറ്റ് സെക്ടർ ആൻഡ് ദിസ് ഈസ് ഓൾസോ ഇൻറ്റൻസ് ടു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആണെന്നാണ് പറയുന്നത്. ഈ 3 പോയിന്റ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കേന്ദ്രീകൃത ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്നാണ്. അതായത് ഞാൻ വിളിക്കുന്നതിന് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര അധികൃതരോ സമ്പദ്ഘടനയിലെ പ്രധാന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണെന്ത്? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ അഥവാ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഈ സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്ന പേരിൽ അറിയപ്പെടുന്ന സാധനം. ഇവിടെ നമുക്കറിയാം നമ്മുടെ ഗവൺമെൻറ്റിന് ഭയങ്കര റോളാണ്. ഗവൺമെൻറ് എന്താണ്? ഭയങ്കര റോളുണ്ട്. അറ്റ് ദ സെയിം ടൈം ദേ ആർ വെൽഫെയർ ഓറിയൻറ്റഡ്. അവരെന്താണ്? വെൽഫെയർ ഓറിയൻറ്റഡ് ആണ്. അവർ ക്ഷേമത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ എന്താ? സാമ്പത്തിക സമത്വം, അവസര സമത്വം എന്നിവയ്ക്ക് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഭയങ്കര പ്രാധാന്യം നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സാമ്പത്തിക സമത്വം അതുപോലെ തന്നെ എന്താ? അവസര സമത്വം എന്നിവയ്ക്ക് ഇവർ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മിശ്ര സമ്പദ് വ്യവസ്ഥ അഥവാ മിക്സഡ് എക്കോണമി എന്നാൽ എന്ത് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. മിശ്ര സമ്പദ് വ്യവസ്ഥ അഥവാ മിക്സഡ് എക്കോണമി. ഇവിടെ ഉൽപാദന ഉപാധികൾ സ്വകാര്യ വ്യക്തികളുടെയും ഗവൺമെൻറ്റിൻ്റെയും ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും പൊതു സ്വകാര്യ മേഖലകളുടെ സഹവർത്തിത്വത്തിലുമാണ് ഈ മിക്സഡ് എക്കോണമി പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒന്നുമില്ല, മാർക്കറ്റ് എക്കോണമി ഉണ്ടായിരിക്കും, ഇവിടെ സോഷ്യലിസ്റ്റ് എക്കോണമി ഉണ്ടാവും. രണ്ടിൻ്റെയും ഒരു മിശ്രിതമാണ് മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യ ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യയൊക്കെ മിക്സഡ് എക്കോണമി ഫോളോ ചെയ്യുന്ന രാജ്യമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ 2 സമ്പദ് വ്യവസ്ഥയുടെയും നല്ല ഗുണങ്ങളെല്ലാം എടുത്തിട്ടാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സാമ്പത്തിക ആസൂത്രണവും ഇവിടെ ഉണ്ടായിരിക്കും, വില സംവിധാനവും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ? പ്രോഫിറ്റ് ഓറിയൻറ്റഡും ആണ്, അതേപോലെ തന്നെ എന്താണ്? വെൽഫെയർ ഓറിയൻറ്റഡും ആണ്. ഓക്കെ, ക്ഷേമത്തെ മുൻനിർത്തിയിട്ടും ലാഭത്തെ മുൻനിർത്തിയിട്ടും ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും എക്കണോമിക്സിൻ്റെ 2 അപ്രോച്ചുകളുണ്ട്. അതായത് എക്കണോമിക്സിന് 2 അപ്രോച്ചുകളുണ്ട്. ഒന്നാമത്തെ അപ്രോച്ച് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയും. പോസിറ്റീവ് എക്കണോമിക്സ്. രണ്ടാമത്തെ അപ്രോച്ച് ഏതാ? നോർമാറ്റീവ് എക്കണോമിക്സ്.
ഇതിനെക്കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോർമാറ്റീവ് ഇക്കണോമിക്സും പോസിറ്റീവ് ഇക്കണോമിക്സും. ഓക്കെ, നമുക്ക് നോക്കാം എന്താ പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന്. അതായത് പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞു വെച്ചാൽ പ്രധാനമായിട്ട് നമ്മൾ സമ്പദ് വ്യവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതെന്താണ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ ആ ഒരു അപ്രോച്ചാണ് പോസിറ്റീവ് ഇക്കണോമിക് തോട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണെന്ന് മാത്രം പറയുന്നു. ലൈക്ക് എന്താണ്, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻകം കൂടി, കൺസംഷൻ കൂടി, അത് മാത്രമേ പറയുള്ളൂ. എന്തുകൊണ്ട് കൂടിയെന്ന് ഇവിടെ പറയില്ല. മനസ്സിലായോ? എന്നാൽ നോർമാറ്റീവ് ഇക്കണോമിക്സ് അങ്ങനെയില്ല. ഇൻകം കൂടി, കൺസംഷൻ കൂടി, അത് എന്തുകൊണ്ടാണ് കൺസംഷൻ കൂടി എന്നുള്ളത് എന്ത് ചെയ്യും, അങ്ങ് തുറന്നിടും, അല്ലെങ്കിൽ അതങ്ങ് വരച്ചിടും. അത് പറഞ്ഞിട്ടേ അവിടെ നിന്ന് പോവുള്ളൂ. ഇപ്പോൾ ഇവിടെ പോസിറ്റീവ് ഇക്കണോമിക്സ് എന്താ, വാട്ട് ഈസ് എന്ന് മാത്രമേ ചർച്ച ചെയ്യുള്ളൂ. നോർമാറ്റീവ് ഇക്കണോമിക്സ് അങ്ങനെയല്ല, വാട്ട് ഔട്ട് ടു ബി എന്നുകൂടെ എന്ത് ചെയ്യും, ചർച്ച ചെയ്യും. ചില ആൾക്കാരുണ്ടാവില്ലേ നിങ്ങളുടെ നാട്ടിലും വീട്ടിലൊക്കെ ഉള്ള ചില ആൾക്കാർക്ക് A to Z അറിയേണ്ടി വരും. നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ A to Z അവർ തിരക്കും. അതെന്താ, വാട്ട് ഔട്ട് ടു ബി ആണ്, നോർമാറ്റീവ് ഇക്കണോമിക്സ് ആണ്. എന്ന് നേരെ മറിച്ച് ചില ആൾക്കാർക്ക് ഒരു അറിഞ്ഞാലും കുഴപ്പമില്ല, അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് എന്താണ് കാര്യം അന്വേഷിക്കും. അതാണ് വാട്ട് ഈസ്, ദാറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് ഇക്കണോമിക്സ്. 2 അപ്രോച്ചുകളുണ്ട്. ഒന്ന് പോസിറ്റീവ് ഇക്കണോമിക്സും മറ്റൊന്ന് ഏതാണ്, നോർമാറ്റീവ് ഇക്കണോമിക്സും. നോർമാറ്റീവ് ഇക്കണോമിക്സിൻ്റെ പ്രത്യേകത ഇവിടെ ഗുണദോഷ വിചിന്തനമുണ്ട്, മറ്റോടത്ത് ഗുണദോഷ വിചിന്തനം ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനിയാണ് നമ്മുടെ ആൾക്കാർ 2 കൂടെ വരുന്നത്. മൈക്രോ ഇക്കണോമിക്സ് എന്താണ്, മാക്രോ ഇക്കണോമിക്സ് എന്താണ്. ഇക്കണോമിക്സിന് 2 പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളാണ്, മൈക്രോയും മാക്രോയും. റാറ്റ്നർ ഫ്രിഷാണ് ഇതിനെ മൈക്രോ ഇക്കണോമിക്സ്, മാക്രോ ഇക്കണോമിക്സ് എന്നൊക്കെ വിളിച്ചത് കേട്ടോ. അപ്പോൾ മൈക്രോ ഇക്കണോമിക്സിൻ്റെ പഠന യൂണിറ്റ് എന്താണ്, ഒന്ന് മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞു വെച്ചാൽ എല്ലാം ചെറുതായിട്ടേ കാണുള്ളൂ. ഇൻഡിവിജ്വൽ യൂണിറ്റുകളെക്കുറിച്ച്, എക്കണോമിക്സിലെ ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റുകളെക്കുറിച്ച് പഠിക്കുന്നതാണ് മൈക്രോ ഇക്കണോമിക്സ്. അപ്പോൾ മറ്റേത് ഏതായിരിക്കും, മാക്രോ ഇക്കണോമിക്സ് ഏതായിരിക്കും ഇവിടെ, അഗ്രിഗേറ്റ് എക്കണോമിക് യൂണിറ്റുകളെ കുറിച്ചിട്ട് പഠിക്കുന്നതാണ് എന്ത്, മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ് ആണ്. മാക്രോ ഇക്കണോമിക്സ് അങ്ങനെയില്ല, ഇതൊരു ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് ആണ്. ഇനി മൈക്രോ ഇക്കണോമിക്സ് ഒരു എക്കണോമിക്സിലെ മൈക്രോ യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുമ്പോൾ മാക്രോ ഇക്കണോമിക്സ് എന്താണ്, മാക്രോ യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൈക്രോ എന്ന് പറയുന്നത് നാരോ മൈൻഡഡ് ആണ്, മാക്രോ എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്, ബ്രോഡ് മൈൻഡഡ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഇതെന്ന് പറയുന്നത് ലൈക്ക് ഉദാഹരണങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരു നമ്മുടെ വീട്ടിലെ ഇൻകം എന്ന് പറയുന്നത് എന്താണ്, മൈക്രോ ഇക്കണോമിക്സിൻ്റെ ഭാഗമാണ്. ഒരു കടയുടെ ഇൻകം, കടയുടെ വിറ്റ് വരവ് എന്നൊക്കെ പറയുന്നത് മൈക്രോൻ്റെ ഭാഗമാണ്. നേരെ മറിച്ച് രാജ്യത്തിൻ്റെ ഇൻകം, രാജ്യങ്ങളുടെ ഇൻകം എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ അത് മാക്രോൻ്റെ ഭാഗമാണ്. മനസ്സിലായോ? ഇതാണ് മൈക്രോയും മാക്രോയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. വ്യൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൈക്രോ എന്ന് പറയുന്നത് വേംസ് ഐ വ്യൂ ആണ്, വേംസ് ഐ വ്യൂ. ഓക്കെ, മാക്രോ എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ, ബേർഡ്സ് ഐ വ്യൂ ആണ്. ഓക്കെ, ബേർഡ്സ് ഐ വ്യൂ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ എക്കണോമിക്സിൻ്റെ ആദ്യത്തെ ചാപ്റ്ററിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിൽ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ട ഏതൊക്കെ അറിയോ, ഞാൻ പറഞ്ഞുതരാം. ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് നിർബന്ധമായിട്ട് പഠിക്കണേ. മൈക്രോ മാക്രോ ഡിസ്റ്റിങ്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ആ ഒരു ടേബിള് അതും നിങ്ങൾ പഠിക്കണം. പിന്നെ PPC കർവ് വരയ്ക്കാൻ പഠിക്കണേ. PPC കർവിൻ്റെ ഷേപ്പ് പഠിക്കണം. PPC കർവ് വരയ്ക്കാൻ പഠിക്കുക, PPC കർവിൻ്റെ ഷേപ്പ് പഠിക്കുക, അതിൻ്റെ MOC പഠിക്കുക. MOC എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഏതാ അറിയോടാ, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നിർബന്ധമായിട്ടും പഠിക്കണം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഒരു 5 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കുന്നത് സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ, സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി, ഇത് പഠിക്കണം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് പോസിറ്റീവ് എക്കണോമിക്സ് എന്താണ്, നോർമാറ്റീവ് എക്കണോമിക്സ് എന്താണ്. അതൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടില്ല. ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദ്യം വന്ന് കണ്ടിട്ടുമുണ്ട് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളിത് വായിച്ച് പഠിച്ചതിന് ശേഷം നമ്മുടെ ചാനലിൽ തന്നെ ഇതിനെ കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് പോയിട്ട് കാണണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ എന്താ ബെല്ലൈക്കൺ ഓണാക്കി വയ്ക്കുകയും കൂടെ ചെയ്യുക. എന്നാലേ അടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ,
നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ.